ഹലോ, ഇത് നമ്മുടെ 36ാമത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ ഇടയ്ക്ക് കാണാണ്ടാവുമ്പോൾ എന്താ വീഡിയോ ഇടത്തുനിന്ന് വന്ന് അന്വേഷിക്കാറുണ്ട് കേട്ടോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ദിവസത്തിലേക്ക് കടക്കാട്ടോ. എന്നത്തെയും പോലെ തന്നെ ഇന്നും എനിക്ക് എന്ത് വയ്ക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്താണെന്നറിയില്ല കേട്ടോ. നാട്ടിൽ പോയി വന്നതിൽ പിന്നെ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ പറ്റിയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വെക്കുന്ന സാധനമാണ് കേട്ടോ ഈ ഇഡ്ഡലി എന്ന് പറയുന്നത്. ഇഡ്ഡലി എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇഡ്ഡലിക്ക് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഒരു ചട്നി ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് നമുക്ക് ടിഫിൻ ബോക്സിലും വെച്ച് കൊടുക്കാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി വെക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും കേട്ടോ, നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. അതായത് ഒരു വീക്ക്ലി പ്ലാൻ പോലെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കില്ലേ. നമുക്ക് ഇന്ന സാധനം ഇപ്പോൾ വെക്കണം, ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ സാധനം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന കാര്യം കേട്ടോ. പക്ഷെ ഇന്നേ വരെ ഒരു കാര്യം പോലും ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ രാവിലെ എണീക്കാറില്ല കേട്ടോ. വളരെ കുറവായിട്ടുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതും. എന്താണ് ഞാൻ ആ കാര്യത്തിൽ നന്നാവാത്തതെന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ധൃതിയാണ് കേട്ടോ. പിന്നെ ഇന്ന് സ്നാക്ക് ബോക്സിൽ ചുണ്ടിന് കൊടുത്തു വിടുന്നത് ഇതാണ്, എന്താ പറയുക, നമ്മുടെ സ്വീറ്റ് കോണില്ലേ. ഒരിടയിൽ എന്നും സ്വീറ്റ് കോണാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ഇത്തിരി മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ മാറി മാറി വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചുണ്ടു നേരത്തെ വരണ കാരണം വീട്ടിൽ വന്നിട്ടും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കും. പക്ഷെ പട്ടു അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ നമ്മൾ അവൾക്ക് കൊടുത്തു വിടണം. പിന്നെ നമ്മൾ എന്നത്തെയും പോലെ തന്നെ വൈറ്റ് കളർ ചട്നി, നമ്മുടെ തേങ്ങ ചട്നിയാണ് കേട്ടോ അരയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കണ പോലെ തന്നെ ഇഞ്ചി ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചും. പിന്നെ നമ്മൾ റെഡ് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റെഡും വൈറ്റും നിർബന്ധമാണ് കേട്ടോ. കാരണം പട്ടുവിന് റെഡാണ് ഇഷ്ടം, പിന്നെ വൈറ്റാണ് വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് രണ്ടും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ വയ്ക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പട്ടുവിന് ഇന്ന് എക്സാം ആയിരുന്നു. അപ്പോൾ പട്ടു ഇത്തിരി നേരത്തെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ചുണ്ടുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി. ചുണ്ടു ഇപ്പോൾ നല്ല കുട്ടിയാണ് കേട്ടോ. രാവിലെ തന്നെ പട്ടുവിൻ്റെ കൂടെ തന്നെ കുളിക്കും, വേഗം യൂണിഫോം ഇടും, ആൾ തന്നെ ഷൂ കൊണ്ടുവരും, സോക്സ് കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര അടിപൊളി നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ചുണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അതിനനുസരിച്ച് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്തു കൊടുക്കും. ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ പുറകോട്ട് പോണത്. ചുണ്ടിന് സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നേരെ ലഡുവിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ ചേച്ചി ഔട്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ കിച്ചണിൽ കയറാൻ പാടില്ല, കിച്ചണിലെ സാധനങ്ങളൊന്നും തൊടാൻ പാടില്ല, അവർ യൂസ് ചെയ്തൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അവർ ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ ഫോളോ ചെയ്യണം. നമ്മൾ അവരെ തൊടാൻ പാടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലേ. എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് വെപ്രാളാവട്ടെ. ദൈവമേ, നമുക്കൊന്നും അതില്ലാത്തത് നന്നായി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഭയങ്കര ഒരു കയ്യകലം പാലിച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണത്. പിന്നെ സംസാരിക്കണത് എന്താ, നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സന്തോഷങ്ങളും അതുപോലെ എപ്പോഴും ഉണ്ടാവില്ല. നമുക്ക് ആരുടെങ്കിലൊക്കെ കുറ്റങ്ങളും കുറച്ചുകളും ഇങ്ങനെ പറഞ്ഞിരിക്കും. നമ്മൾ സ്ത്രീകൾക്ക് ഇത് പതിവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ഇങ്ങനെയൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണെന്നേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചുണ്ടിനും എടുത്തു തിരിച്ച് വീട്ടിൽ വന്നു. അവൾക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഫുഡ് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ദിവസം നന്നായി ഫുഡ് കഴിച്ചാൽ കുറച്ച് ദിവസം തീരെ ഫുഡ് കഴിക്കില്ല. അതുപോലെയാണ്. രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പട്ടുവിനെ എടുക്കാൻ പോകണം കേട്ടോ. അങ്ങനെ പട്ടുവിനെ എടുത്ത് നമ്മൾ നേരെ ലഡുവിൻ്റെ വീട്ടിലേക്ക് വന്നു. കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കളിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. പട്ടു ഒരു ദിവസം മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും കൂടി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എന്തോ ഒരു സാധനം, അതിന് തന്നെ ഭയങ്കര അടിയായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ അവളെ ട്യൂഷനൊക്കെ വിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനും ചുണ്ടും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പുറത്തോട്ട് പോണത്. അതുകൊണ്ട് തന്നെ ചുണ്ടിന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അതാണ് ഇങ്ങനെ കൈ കെട്ടിയിട്ട് വലിയ ആൾക്കാരെ പോലെ നടക്കുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് നമ്മൾ നടന്നു പോയി നമ്മൾ ലഡുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർ ഈ കോവിലിന് മുമ്പിൽ വരാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു ശിവൻ കോവിലാണ് കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളിയാണ് ഉള്ളിലൊക്കെ. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാനും നടക്കാനൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കേട്ടോ ആരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷമാണ് കേട്ടോ അവർ വന്നത്. അവർ വന്നിട്ട് നേരെ നമ്മളിവിടെ അടുത്തുള്ളൊരു ജ്വല്ലറിയിലാണ് പോയത് കേട്ടോ. ഇവിടുത്തെ ഓൾ കേരള ജ്വല്ലറിയാണ്. അവിടെ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്.
പോയതാണ് കേട്ടോ. ആളിങ്ങനെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യണ കൂട്ടത്തിലൊക്കെയാണ് അല്ലേ, നല്ലതാണല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അതിൻ്റെ പുറത്തായിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് സമൂസ, മാങ്ങ, പിന്നെ നമ്മുടെ നാട്ടിലെ തേങ്ങയുടെ ഉള്ളിൽ വരുന്ന പൊങ്ങുണ്ടല്ലോ, പൊങ്ങെന്നല്ലേ പറയുക, അത്, അങ്ങനെ കുറേ സാധനങ്ങൾ, ചക്ക ഉണ്ടെന്ന് തോന്നുന്നു, ചക്ക, മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, അതൊക്കെ വാങ്ങി കഴിച്ച് പട്ടുവിനുള്ള പാർസലും വാങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു ഷോപ്പിംഗ് മേള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം. കുറേ നാളായിട്ട് ഈ ചേച്ചി പറയുന്നു നാട്ടിൽ നിന്ന് വായോ ഇത് ഇങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 5-6 ടോപ്പ് എടുത്തിട്ട് വെറും 520 രൂപയായിട്ട് ഇത്രയും ടോപ്പിനായതും. എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളും നല്ല ക്ലോത്ത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. ഓരോ ടോപ്പിന് 49 രൂപ 59 രൂപ തൊട്ടിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ഞാനൊരു 5-6 മേടിച്ചു. എല്ലാം കൂടി 420 രൂപയാണ് കേട്ടോ ആയതും. അങ്ങനെ അതെല്ലാം മേടിച്ച് തിരിച്ച് വേഗം വീട്ടിലോട്ട് പോന്നു. ഇനി നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ.